വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ കേരള പോലീസ് ഒരു ചിത്രം പുറത്തുവിടുന്നു, ഒപ്പം ഒരു ദൃശ്യവും. എന്താണ് ഈ ദൃശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളുത്ത നിറത്തിലുള്ള മാരുതി 800 കാറിന്റെ ദൃശ്യമാണ്. ഈ മാരുതി 800 കാറിനെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൂളിംഗ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ ദൃശ്യം പങ്കുവെച്ച് കേരള പോലീസ് പറയുന്നു, ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടുക എന്ന്. അങ്ങനെ പോലീസ് കഴിവിന്റെ പരമാവധി ഈ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ തേടിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കേരള പോലീസിനെ ഇതുപോലെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു സംഭവമില്ല എന്ന് തന്നെ വേണം പറയാൻ. പട്ടാപ്പകൽ RSSന്റെ നേതാവായിട്ടുള്ള സഞ്ജിത്തിനെ വെട്ടിക്കൊല്ലുന്നു. ഭാര്യയുടെ അരികിൽ വെച്ച് നാട്ടുകാർ നോക്കി നിൽക്കെ വാഹനങ്ങൾ ഓടുന്ന നേരത്ത് അതും റോഡിൽ വെച്ച് കൊല്ലുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിഷയം. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഞ്ജിത്തിന്റെ ഭാര്യ പോലീസിനോട് പറയുന്നു 5ഓളം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ പോലീസ് പറയുന്നത് 4ഓളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതുവരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഈ പുറത്തുവിട്ട CCTV ദൃശ്യം തന്നെ വ്യക്തമാക്കുകയാണ്. അത് മാത്രമല്ല, ഈ CCTV ദൃശ്യത്തിലൂടെ പുറത്തുവിട്ട മാരുതി 800 കാർ ചിലപ്പോൾ തകർത്തിട്ടുണ്ടാകാം, ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടായിട്ടാണ് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്നാൽ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇതിന് സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ചില നിഗമനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മാരുതി 800 കാർ പോയിട്ടുള്ള എല്ലാ വഴികളിലും പോലീസ് അരിച്ചു പെറുക്കി. അതായത് എല്ലാ CCTV ഫുട്ടേജുകളും നോക്കിയപ്പോൾ പോലീസിന് ഈ കാറിന്റെ ദൃശ്യം കിട്ടി എന്നല്ലാതെ ഈ കാറ് ലഭിച്ചിട്ടില്ല. ഈ കാറ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ കേസിന്റെ ഏറ്റവും വലിയ എവിഡൻസുകളിൽ ഒന്നായിട്ടുള്ള അഥവാ ഒരു തെളിവ് പോലീസിന്റെ പക്കലിൽ ഇല്ല എന്നർത്ഥം. വെറും ഒരു ദൃശ്യം മാത്രം. അതുകൊണ്ട് തന്നെ ഈ കാറ് പക്കൽ ലഭിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കൃത്യം നടത്തിക്കഴിഞ്ഞാൽ കാർ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്യുന്ന ആളുകളുടെ ഒരു പൊതുവെയുള്ള രീതിയാണ്. പക്ഷെ ഈ കേസിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അവിടെ പ്രതികൾ നിസാരക്കാരല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. വളരെ ആസൂത്രിതമായി നാളുകൾ നീണ്ട കൃത്യമായ പദ്ധതി മെനയുന്നു. ആ പദ്ധതിക്കനുസരിച്ചിട്ടുള്ള തിരക്കഥയിലൂടെ അവർ നീങ്ങുന്നു. അതനുസരിച്ച് കൊലപാതകം നടത്തി വളരെ കൃത്യമായ രീതിയിൽ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവർ കടന്നു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഈ കാർ അടക്കം നശിപ്പിച്ചിട്ടുണ്ടാകാം എന്നുള്ള നിഗമനങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഈ കേസ് കേരള പോലീസിന് തലവേദനയാവുകയാണ്. 5 ദിവസം കഴിഞ്ഞിട്ടും വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ, അതായത് ഒരു കേസിന്റെ പ്രാരംഭ നടപടിക്രമങ്ങളിൽ പോലീസിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രാഥമിക ഘട്ടത്തിൽ കിട്ടുന്ന തെളിവുകളാണ്. സംഭവ സ്ഥലത്ത് നിന്നും അതുപോലെ തന്നെ കണ്ട ആളുകളിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ടിട്ട് ലഭിക്കുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലീസിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു തിരക്കഥയിലോട്ട് പോലീസിന് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പാതി വഴിയിൽ നിന്നിരിക്കുകയാണ്. ആകെ തല പുകഞ്ഞു നിൽക്കുകയാണ് പോലീസുകാർ. ഏകദേശം 34 പേർ, അതായത് DYSPമാർ ഉൾപ്പെടുന്ന ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിലുള്ള CIമാർ ഉൾപ്പെടുന്ന SIമാർ ഉൾപ്പെടുന്ന അങ്ങനെ തുടങ്ങുന്ന 34 അംഗ സംഘമുണ്ട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. DIGയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന് ഇതുവരെയായിട്ടും കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കാത്തത് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ലഭിക്കുന്ന വിവരങ്ങൾക്കുള്ള ഒരു തടസ്സമായിട്ടാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.